എന്തൊക്കെയുണ്ട് ചങ്ങായിമാരെ, സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം, നമ്മളെല്ലാവരും ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും പല പൈസയും കൊടുത്ത് നല്ല പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ പല സമയത്തും നമ്മൾ പല വാക്കിൻ്റെയും അർത്ഥം നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇതുപോലൊരു ഫീച്ചർ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല. അപ്പോഴാണ് ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐക്കൺ വന്നിരിക്കണം. നിങ്ങൾക്ക് ഇത് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഐക്കണെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വോയിസ് ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചാൻ പറ്റുന്ന പുതിയൊരു രീതിയാണ് അവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനത് തുറന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ കുറേ ഫീച്ചേഴ്സ് പോലെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ എല്ലാ ഭാഷയും വന്നിട്ടില്ല. ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഈ 4 പ്രധാനപ്പെട്ട ഭാഷകളാണ്. നിങ്ങൾക്കറിയാം, ഈ 4 ഭാഷകൾ പ്രധാനമായിട്ടും നമ്മുടെ ലോകത്ത് കുറേ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. കൂടുതലും സ്പാനിഷും ഫ്രഞ്ചൊക്കെ പല കൺട്രീസിലും സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. 2 ദിവസം മുമ്പ് ഞാനിത് തുടങ്ങി വെച്ചതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാൻ സ്പാനിഷാണ് അവിടെ സെലക്ട് ചെയ്തത്. സ്പാനിഷ് ഭാഷ പഠിക്കുന്ന സമയത്ത് ഒരു 2 രീതിയിലുള്ളൊരു ഗോൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ നാട്ടിൽ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ, അത് നമ്മളെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ ഇവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഷകളിലൂടെ നമുക്ക് പുതിയ സ്വായത്തമാക്കാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലും പല രാജ്യങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അത് ഉപകാരപ്പെടും. ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിവിടെ ഞാൻ ഫ്രഞ്ച് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭാഷ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള കുറച്ച് സൂചനകളാണ് അവിടെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഗോൾസിനനുസരിച്ചുള്ള ഒരു രീതിയാണ് അവരിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മറ്റ് പല ആളുകളായിട്ടൊക്കെ നമ്മൾ സമീപിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പല വേർഡുകളുണ്ടാവും. നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണാവുന്നതിലപ്പുറം കുറേ വേർഡുകളുണ്ടാവും. അങ്ങനത്തെ വേർഡുകൾ ഇവിടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. ഞാൻ കുറേ ആപ്പുകൾ ഉപയോഗിക്കലുണ്ട്. അതേപോലെ കുറേ ആപ്പുകൾ ഇതിന് മുമ്പൊക്കെ ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് വേറെ കുറേ ആപ്പുകൾ ഉപയോഗിക്കേണ്ട, അത്യാവശ്യമായിട്ടുള്ള ചില ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രാൻസ്ലേറ്റിൽ ഇങ്ങനത്തെ ഫീച്ചറുകൾ നമ്മൾ എന്തായാലും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കണം. ഈ കാലത്ത് ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസിനും ടെക് വീഡിയോസിനും വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.